കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനൊക്കെ. ഇതൊക്കെ അറിയായിരുന്നു ആ ടൈമിലൊക്കെ? ഇതെല്ലാം ആ സമയത്ത് ഗബ്രീന്റെ വീട്ടിലില്ല, ഗബ്രി വീട്, പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും ഗബ്രിയും കൂടിയൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിനോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയാണെങ്കിൽ പിരിയാം. എൻ്റെ ആവശ്യമായിരുന്നത് പിരിയണമെന്നുള്ളത്, നമുക്ക് പിരിയാം. കാരണം ഇങ്ങനെ നമ്മൾ എന്നും തമ്മിൽ ഇതും പറഞ്ഞ് വഴക്കൂടെ എനിക്ക് താല്പര്യമില്ല. പുള്ളി ഷിപ്പിൽ നിന്ന് തിരിച്ചു വരും, ആ 6 മാസം ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട 6 മാസം ചുമ്മാ വഴക്ക് തന്നെ, 24 hours വഴക്ക്, പ്രശ്നങ്ങൾ. അമ്മയെ വിളിക്കും, അമ്മ വിളിക്കുന്നവർ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നിട്ട് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ വഴക്ക് തന്നെ. വഴക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് ആ സംഭവം ഫിനിഷ് ചെയ്യാതെ എനിക്കൊരാളെ പോലെ ചിരിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ പ്രശ്നം. എനിക്ക് ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് അവരോട് അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു തരി പോലും ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് തീരില്ല. അതെൻ്റെ പ്രശ്നം. മറ്റുള്ളവർക്ക് എല്ലാം സിമ്പിളായിരിക്കും, എനിക്ക് ആ ഒരു തരി ഉണ്ടെങ്കിൽ പോലും എന്നോട് ക്ലാസ് ചായ ചോദിച്ചാൽ പോലും എനിക്കത് ഇട്ട് കൊടുക്കണ പോലും എനിക്ക് ഭയങ്കര ഹോട്ടായിരിക്കും. എനിക്കത് ചിലപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്ത് താഴ്ത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യും. മീൻസ് എനിക്കത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ അവർക്കത് മനസ്സിലാവും എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് പ്രോബ്ലംസ് ആയി തുടങ്ങി. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, ബെഡ്റൂമിൽ അടിയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി സംസാരിച്ചു. ഒരു ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ 3 വർഷം ഒരുമിച്ച് ഒരു വീട്ടിൽ പാർട്ട്നേഴ്സായിട്ട് ജീവിച്ചു. ഇനി എനിക്ക് പറ്റില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് പിരിയാം. നീ നീ ഉറച്ച തീരുമാനത്തിൽ എടുത്തു എന്ന് വെച്ചാൽ ഞാൻ പറയാം, അപ്പം ഞാൻ വേറെ മാരേജ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു നീ മാരേജ് ചെയ്യോ, എന്ത് വേണം ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ആള് വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്ക് എന്തോ ലോട്ടറി അടിച്ച് സന്തോഷമായിരുന്നു. അപ്പം തന്നെ അവരൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തു. സെയിം എന്നെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, സെയിം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തു. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ശരിക്കും. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. എന്നെ പോലെ തന്നെ ഇരിക്കുന്നത്, മീൻസ് അതേപോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടീനെ എവിടെ നിന്നോ കണ്ടുപിടിച്ചു കൊടുത്തു. അവർ മാരേജ് ചെയ്തു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അതിനുശേഷം ഈ പറയുന്ന എൻ്റെ ഇപ്പം ഇരിക്കുന്ന പാർട്ണർ പറഞ്ഞു അവരാളെ കുറിച്ചൊന്നും പറയുന്നു പറയും. എന്നെ കുറിച്ചിട്ട് എല്ലാം അറിയാം അവർക്ക്, ഞാനായിരുന്നു പാർട്ണറൊന്നും ആ പെൺകുട്ടിക്കും അറിയാം. പിന്നെ ഞാൻ എന്തിനാ അവരെ കുറിച്ച് പറയുന്നത്, എന്തേ പേടിക്കാൻ? മീൻസ് പേര് പറഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന ആളാണെന്ന് അവർക്കറിയില്ലല്ലോ. വേറെ ഡീറ്റെയിൽസോ ഫോട്ടോസൊന്നും ആർക്കും അറിയില്ല, ഇന്ന ആളാണെന്ന് ആർക്കറിയില്ല. ഒരു പേര് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? സ്ഥലം അറിയില്ല, ഒന്നും അറിയത്തില്ല. വിഷ്ണു എന്ന് പറയുന്ന ഒത്തിരിയോ ആളുകളുണ്ട് ഈ ലോകത്ത് ഇല്ലേ? പിന്നെ എൻ്റെ കയ്യിലോട്ട് ടാറ്റു കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് വിഷ്ണു ആരാ? യെസ്, എൻ്റെ എക്സ് ഹസ്ബൻഡാണ്. ടാറ്റു മായ്ക്കുന്നില്ലെന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് എൻ്റെ ടാറ്റു എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ വ്യക്തിനെ ഇഷ്ടപ്പെട്ട സമയത്ത് ടാറ്റു ചെയ്തതാണ്. അത് ആ സമയത്ത് ഇഷ്ടമാണ്. പിരിഞ്ഞതിന് ശേഷം നമുക്കത് മായ്ക്കണമെന്ന് എല്ലാവരും അത് മായ്ച്ചു കളയുമായിരിക്കും. ഇത് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ഇഷ്ടം ഉണ്ടാവും, അതെൻ്റെ കയ്യിലുണ്ടാവും. അത് നമ്മൾ ആ സമയത്ത് മൂവ്മെൻറ്റിൽ കുത്തിയിരിക്കുന്നതാണ്. അത് ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി എൻ്റെ പേരുണ്ട്, അത് ചിലപ്പോൾ മായ്ച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഹണി ഭയങ്കര ജെന്യുവൻ ആണെന്നല്ലേ? ജെന്യുവൻ മാത്രമല്ല, ഞാൻ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ആവുന്നു. അങ്ങനെയല്ല ബേബി, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദേഷ്യമാണേലും ഇഷ്ടമാണേലും അത് കറക്റ്റായിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക, അല്ലാതെ നമ്മൾ അഭിനയിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിനെ ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും? കാരണം നമ്മുടെ ഉള്ളിലെ ദേഷ്യം അവരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അതെ അവരോട് സ്നേഹമായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവർക്ക്? എനിക്കത് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഭൂരിഭാഗം ആളുകളോട് ഞാൻ മിണ്ടാറില്ല. കാരണം എന്നെക്കുറിച്ചിട്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അവരെ നേരിട്ട് കാണുമ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ കുറവായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ. എനിക്കതൊരു അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ എന്നെ പറയുന്നത് പൈസയുടെ അഹങ്കാരമാണ്, കമ്മ്യൂണിറ്റീനോട് മിണ്ടാറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതെൻ്റെ ഒരു ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നത്. ഇവർക്ക് ആ കാര്യം ഒരു മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെ അടുത്തും കുറ്റം പറഞ്ഞിട്ട് പോയി ചിരിക്കുന്നത് അതവരുടെ മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. സീരിയസ്ലി. ചുമ്മാ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ ആളെ ഇന്ന് കാണുമ്പോൾ എടോ തനിക്കെന്നെ മനസ്സിലാകുന്നവർ ചിരിക്കുന്നത് അത് എന്ത് കൊള്ളാത്ത സ്വഭാവമാണ്. ഇഷ്ടമല്ലാത്തവനോട് നോക്കി ഒരു ചെറിയ പുഞ്ചിരി കൊടുത്തിട്ട് മാറിയിരിക്കുക, അത് നല്ലൊരു സ്വഭാവമാണ്. അയാൾ നമ്മളെ ഇത്രത്തോളം മോശമായി സംസാരിച്ചിട്ട് എങ്ങനെയാണ് എല്ലാവരും പറയും നമ്മളുടെ ശത്രുവിനെ പോലും കണ്ട് ചിരിക്കണമെന്ന്? എന്നെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും നമ്മളെ പറ്റി ഇല്ലാത്തവരെങ്ങനെ പറയാൻ പറ്റുന്നു? ഞാൻ എൻ്റെ ശത്രുവിനെ പറ്റി പോലും ഒരു മോശമായ കാര്യം പറയില്ല. എൻ്റെ ശത്രു ആയാൽ പോലും ഞാൻ അയാൾ ചെയ്യാത്ത കാര്യം കണ്ടെന്ന് പറയത്തില്ല, അയാളുടെ കാണാത്ത കാര്യം കണ്ട പോലെ പറയത്തുമില്ല. അത് മോശമാണ്. നമ്മൾ കാണാത്ത കാര്യമോ അല്ല കേൾക്കാത്ത കാര്യമോ അല്ല നമ്മൾക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെ പോയിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നു? അതൊക്കെ വളരെ മോശമല്ലേ? അത് നമ്മളൊരു കാര്യം ഇപ്പം ഞാൻ കൃഷ്ണനോട് പറയുവാണ്, ഇപ്പം ഗബ്രീനെ കുറിച്ച് ഗബ്രില്ല സമയത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ അത് ആ വ്യക്തിനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് സംസാരിക്കണം അല്ലേ? ഇപ്പൊ കൃഷ്ണ ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പൊ ഞാൻ സംസാരിച്ചതിന് ശേഷം വേറെ 2 പേരോട് സംസാരിക്കുവാണ്.
എന്നെ കുറിച്ചിട്ട്. അവർക്ക് എന്നെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ എൻ്റെ കൂടെ നടന്ന് എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം എന്നെ ജഡ്ജ് ചെയ്യണം അല്ലേ? അല്ലാതെ നമ്മൾ ഒരു വ്യക്തിനെ അറിയാത്ത ഒരാളെ കുറിച്ചിട്ട് ഘോരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഗുണം കിട്ടാനാണ്? സത്യമല്ലേ? ഇപ്പോൾ ഞാൻ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞെന്താ, ഒരുപക്ഷെ സ്റ്റെല്ലയ്ക്ക് ഇത് അറിയില്ലായിരിക്കും. സത്യമല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ വീഡിയോ ഇട്ടതിന് ശേഷം മെജോറിറ്റി ആൾക്കാരും കമന്റ്സ് ഇടുന്നത് ഇപ്പോൾ ഒരു ആദ്യ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്നുണ്ട് കമന്റ്സ് കണ്ടു. അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആര് കല്യാണം കഴിച്ചാലും എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ആക്ച്വലി ഇതിനകത്ത് എവിടെയെങ്കിലും വല്ല പട്ടവും കിടുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥാനത്തിനെ കുറിച്ചല്ല ഇത്. ഞാൻ അവിടെ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ടൊരു തെറ്റായ ആർഗ്യുമെന്റ് നടത്തി ഞങ്ങൾ ഡിവോഴ്സായ സമയത്ത് പരിഹാരം മേടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ആ വ്യക്തിയുമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല. കാരണം ഞാൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഡിവോഴ്സ് ആയിരിക്കുന്നത്. എൻ്റെ ആവശ്യമായിരുന്നു ഡിവോഴ്സ് ആകേണ്ടത്. അപ്പം എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും, നമ്മളിപ്പോൾ കോടതി വഴി ഡിവോഴ്സ് ആകുമ്പോൾ എല്ലാ അക്കൗണ്ട് വഴിയായിരിക്കും നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ബൈ കാശായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അങ്ങനെ നടക്കില്ല. ഇപ്പോൾ പ്രോപ്പർട്ടിയോ ഒന്നും തരില്ല. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഓർത്തിരിക്കുകയാണ്. ആക്ച്വലി അവൻ്റെ അക്കൗണ്ടിൽ നിന്നോ അവൻ്റെ കയ്യിൽ നിന്നോ അവൻ വന്ന് പറയട്ടെ. ഈ പറയുന്ന എൻ്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിനായി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകൾക്ക് അറിയാം. കല്യാണം വന്ന സമയത്തുള്ള ഇവർ വിളിച്ചു നോക്കട്ടെ. ഈ എയിൻഹണി ആരോഗ്യ എന്ന ഒരു വ്യക്തി ഈ പറയുന്ന വിഷ്ണു അല്ലെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നയാ പൈസ മേടിച്ചു. ഞാൻ ആ കല്യാണം കഴിച്ച താലിമാല കൊടുത്തിട്ടില്ല. കാരണം അത് എനിക്ക് എൻ്റെ ഡ്രീമാണ്. അത് ഞാൻ ഒരിക്കലും കൊടുക്കില്ല. മരിക്കും വരെ ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തിട്ടില്ല. അതേപോലെ ഞാൻ അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനും തിരിച്ചു മേടിച്ചിട്ടില്ല. രണ്ടുപേരും തമ്മിലുള്ള ഒരു അതായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ പറ്റും. ഇവരിങ്ങനെ കടന്ന് ചുമ്മാ പറയണമെന്ന് വെച്ചിട്ട് സത്യസന്ധമാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്ഥാനം കിട്ടിയെന്ന് ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ അവർ പറയാൻ തെറ്റാണ്. അവരല്ല ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് തെറ്റ് തന്നെയാണ്. കാരണം ഈ ഗുരുവായൂരമ്പലത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് മാരേജ് ചെയ്തെന്ന് പറയുമ്പോൾ കിട്ടുന്നത് പ്രൗഡ് മൂമെന്റ് തന്നെയാണ്. അത് പ്രൗഡ് മൂമെന്റാണ്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ഒരാൾ മാരേജ് ചെയ്യുന്നത് തന്നെ പ്രൗഡാണ്. അത് ഫസ്റ്റ് മാരേജ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി നടക്കുന്നത് പറഞ്ഞാൽ അതിലും വലിയ പ്രൗഡാണ്. അത് ഈ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് അത് അയ്യോ എന്ത് കിട്ടാണെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ നടത്തുന്ന സമയത്ത് അത്രയും അവിടെയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ലക്കി പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ അത് വേറെ ആൾ വന്നിട്ട് ഞാനാണ് നടത്തിയെന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? തെറ്റാണ്. ഇപ്പം ഞാൻ 10ാമത്തെ ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെല്ലയുടെ മാരേജ് നടന്നിരിക്കുന്നത്. അത് തെറ്റല്ലേ അപ്പോൾ അവർ പറയുന്നത്? ഞാൻ ചിലപ്പോൾ എന്നേക്കാൾ മുമ്പ് നടന്നിട്ടുണ്ടാകുമായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നത്. കാരണം നമുക്കറിയില്ല, നമ്മൾ അവിടെ പോയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണേയല്ലോ. ആരൊക്കെ കല്യാണം നടക്കുന്നുണ്ട്, ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം അന്വേഷിക്കണം. എനിക്ക് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ കല്യാണം നടന്നിട്ടുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പറയാൻ അവകാശമുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നോ പിന്നോ വേറെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെല്ല പറഞ്ഞ തെറ്റല്ലേ? തെറ്റാണ്. അതെനിക്കിവിടെ മീഡിയയുടെ മുൻപ് പറയേണ്ട റൈറ്റ്സ് ഉണ്ട്. അത് ഞാൻ പറയണം. അല്ല എനിക്ക് ഇവിടെ ഇതിൻ്റെ അടിയിലും വന്ന് കമൻറ്റ് പറയും നീ ഇപ്പോൾ വന്നിട്ട് എനിക്ക് കുശുമ്പാണ്. എനിക്ക് എന്നാ കുശുമ്പാ? എനിക്ക് ഒരു കുശുമ്പും ഇല്ല. എനിക്ക് ഈ പറയുന്ന ഒരാളോടും കുശുമ്പില്ല. എന്നോടും കുശുമ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവരോടും കുശുമ്പില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് വെച്ചെന്ന് പറഞ്ഞോട്ടോ ദേഷ്യം വെച്ചെന്ന് പറഞ്ഞോ ഒന്നും കിട്ടാനില്ല. നമ്മൾ മറ്റുള്ളവരുടെ മേലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നെഗറ്റീവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നിൽക്കുന്നത് ഒരു എനർജിയിലാണ്. ആ എനർജി നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നു അത് തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും ചിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന പറയാം. പിന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. സന്തോഷം നമ്മളുടെ അടുത്ത് വേറെ ആളെ പറ്റി ഇപ്പോൾ ഞാൻ കൃഷ്ണേൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റെല്ലിനെ പറ്റി പോലും നെഗറ്റിവിറ്റി ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ നാളെ കൃഷ്ണേനെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെ എനിക്ക് സംസാരിക്കുന്നത് സീരിയസ്ലി. ഒരാളെ പറ്റിയിട്ട് നമ്മളോട് വന്ന് കുറ്റം പറയുന്ന ഒരു വ്യക്തി 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവരുടെ നേച്ചർ മാറുക. അയ്യോ അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ആ പറയുന്ന ആളെയല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയാണ് നോട്ടീസ് ചെയ്യേണ്ടത്. ഇവർ നാളെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വേറെ ആളെ കുറിച്ചിട്ട് സങ്കടം പോലെ പറഞ്ഞു തുടങ്ങി, കുറ്റങ്ങൾ പറഞ്ഞ് ഹണിമമ്മീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹണി ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എവിടെ തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, തൻ്റെ മമ്മിയല്ലേ തൻ്റെ ഡാഡിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ പറയും ശരി മോളെ എനിക്ക് കേൾക്കണ്ട. കാരണം കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ നാളെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ബിഹേവിയർ ചുമ്മാ തോന്നുമായിരിക്കും. അപ്പം ശരിക്കും ഇത് പറഞ്ഞ് സത്യമാണെന്ന് നമ്മൾ തോന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു തെറ്റായ പാട്ട് തന്നെ 10 വട്ടം കേട്ട് നോക്കി നമ്മൾ ആ പാട്ട് പാടി തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തെറ്റായിരിക്കും, ഒരു പാട്ടിന് ലിറിക്സ് തെറ്റായിരിക്കും. പക്ഷെ ആ തെറ്റായ പാട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നോക്കി 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പാട്ട് തെറ്റായിട്ട് പാടിക്കൊണ്ടിരിക്കും. അതാ മനുഷ്യൻ. നമ്മൾ അങ്ങനെയാണ് ഈ ഭാഷകൾ പോലും പഠിച്ചത്.
നമ്മളെല്ലാം കേൾക്കുന്നതാണ്, അത് നമ്മൾ പഴകുന്നതാണ്, ശീലിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട് ആളുകളോട് കൂടാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന്, എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്നെ കുറച്ച് പേര് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നേണമെന്ന് ചോദിക്കും. ഞാൻ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്ന സമയത്ത് എന്നെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് പാർട്ണറായിരുന്ന വ്യക്തികളുണ്ടായിരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശീതൾ ശ്യാം എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിലിംസ് ആണെങ്കിലും ആദ്യമായിട്ട് അതിൻ്റെ അവസരങ്ങൾ തന്നത് ശീതൾ ശ്യാമാണ്. ഇപ്പം ആദ്യമായിട്ട് അഭിനയിച്ച വിശുദ്ധ രാത്രികളിൽ എൻ്റെ ശീതൾ ശ്യാമാണ് എനിക്ക് അതിനകത്ത്, മമ്മിയാണ് എൻ്റെ ശീതൾ മമ്മി എനിക്ക് അതിനുള്ള അവസരം മേടിച്ചു തന്നു. പിന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ രഞ്ജു മമ്മി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ അഞ്ജലി അമ്മേർ എനിക്ക് ഒരുപാട്. അപ്പോൾ ചില ആളുകളെ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി, പിന്നെ അനു എനിക്ക് ഒരുപാട് അവസരങ്ങൾ വിളിച്ചു തന്നു, ഫോട്ടോഷൂട്ടാണേലും അങ്ങനെ കുറേ അവസരങ്ങൾ. ചില ആളുകൾ എനിക്ക് വന്ന അവസരങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ട്.